നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകരോട് കയർത്ത് സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടിയിൽ CPIM കേന്ദ്ര കമ്മിറ്റിക്ക് കടുത്ത അതൃപ്തി. മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് രോഷപ്രകടനം നടത്തേണ്ടതില്ലായിരുന്നു. ഗവർണറുമായുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തതിലും കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വിളിച്ചുകൂട്ടിയ സമാധാന യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കയർത്ത് സംസാരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ രോഷപ്രകടനം അനാവശ്യമായിരുന്നുവെന്നാണ് CPM കേന്ദ്ര നേതൃത്വത്തിലെ ഒരു പ്രബല വിഭാഗം വിലയിരുത്തുന്നത്. മെഡിക്കൽ കോഴ വിവാദത്തിലൂടെ പ്രതിസന്ധിയിലായ BJP RSS നേതൃത്വത്തിന് ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ ഗുണം ചെയ്തുവെന്നാണ് CPM കേന്ദ്ര നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഗവർണർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് സമാധാന യോഗം ചേർന്നതെന്ന പ്രതീതി സൃഷ്ടിച്ചതും പാർട്ടിക്ക് ഗുണം ചെയ്തില്ല. സംഘർഷം ശക്തമായപ്പോൾ തന്നെ സമാധാന യോഗം വിളിക്കാൻ കേന്ദ്ര നേതാക്കൾ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അത് ഉണ്ടായില്ല. ഗവർണറുമായി നടത്തിയ കൂടിക്കാഴ്ച കൈകാര്യം ചെയ്യുന്നതിലും സർക്കാരിന് വീഴ്ച പറ്റിയെന്നും കേന്ദ്ര നേതാക്കൾ വിലയിരുത്തുന്നു. റിപ്പോർട്ടർ, ദില്ലി. കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ച് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാനം മറുപടി നൽകിയില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഹൻസിരാജ് ആഹിർ. ജൂലൈ 17-നും 24-നും 2 തവണയായി സംസ്ഥാനത്തോട് കേന്ദ്രം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുവരെ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയിട്ടില്ല എന്ന് ആഭ്യന്തര സഹമന്ത്രി അറിയിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രനെ രേഖാമൂലമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷം വർദ്ധിക്കുന്നതിൻ്റെ കാരണവും അത് നേരിടാൻ സ്വീകരിച്ച നടപടികളും സംബന്ധിച്ചാണ് കേരളത്തോട് കേന്ദ്രം റിപ്പോർട്ട് ആരാഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗവർണർ P. സദാശിവം വിളിച്ചു വരുത്തിയ സംഭവം പാർലമെന്റിൽ ചർച്ചയായി. ഗവർണറുടെ നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് KC വേണുഗോപാൽ ലോക്സഭയിൽ പറഞ്ഞു. ഗവർണറുടെ നടപടി അസാധാരണമാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ എങ്ങനെ ഗവർണർക്ക് വിളിച്ചു വരുത്താൻ കഴിയും? ഗവർണർ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്തിന് അദ്ദേഹത്തെ കാണാൻ രാജ്ഭവനിലേക്ക് പോയി എന്നും KC വേണുഗോപാൽ ചോദിച്ചു. പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന BJPയുടെ ആവശ്യത്തിൽ ലോക്സഭയിൽ ബഹളം ഉണ്ടായി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് A. ജയശങ്കർ, PM വേലായുധൻ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ആനത്തലവട്ടം ആനന്ദൻ, CPIM സെക്രട്ടേറിയറ്റ് അംഗം തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം PM വേലായുധൻ, ഗവർണർ വിളിച്ചു വരുത്തുന്നു, സമൻ ചെയ്തു എന്ന വാക്കാണ് ഗവർണർ അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനൊക്കെയുള്ള അധികാരം BJPക്കുണ്ടോ? മാത്രമല്ല, എത്രയെത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. BJPക്കാരെ കൊല്ലുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സമൻ ചെയ്യുന്നത്? കേരളത്തിൻ്റെ ഇന്നത്തെ ഈ ഭരണത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ നിജസ്ഥിതി അറിയാൻ ഗവർണറെ വിളിച്ചു വരുത്തിയതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. കാരണം ഗവർണർ ഒരു സാധാരണക്കാരനല്ല. സുപ്രീം കോടതിയുടെ പരമോന്നത സ്ഥാനത്തിരുന്ന ഗവർണർക്ക് നിയമവശങ്ങളെല്ലാം നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ. ഒരു പത്രമാധ്യമങ്ങളിൽ കൂടി കിട്ടുന്ന വാർത്ത മാത്രം നോക്കാതെ മുഖ്യമന്ത്രിയെയും അതേപോലെ പോലീസിൻ്റെ തലവൻ DGPയെയും വിളിച്ചു വരുത്തി നേരിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് അറിയുന്നതിൽ യാതൊരുവിധ തെറ്റും ഞാൻ നോക്കി കാണുന്നില്ല. സൗഹൃദത്തിലുള്ള വിളിയായിരുന്നോ അതോ മുഖ്യമന്ത്രിയെ ഗവർണർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് സമൻ ചെയ്യുകയാണോ ചെയ്തിട്ടുള്ളത്? അവിടെ ഒരു സംഘർഷത്തിൻ്റെ പദപ്രയോഗങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പോകില്ലല്ലോ. ഈ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ സ്ഥിതി വിവരങ്ങൾ പത്രങ്ങൾ ഒരു പക്ഷേ പത്രങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അവർ എഴുതി പിടിപ്പിക്കും. എന്താണ് ഇതിൻ്റെ വസ്തുത, അതിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് നേരിട്ട് അറിയാൻ വേണ്ടി ക്ഷണിച്ചതിൽ ഒരു തെറ്റും ഒരു നിയമലംഘനവും കാണുന്നതായിട്ട് നിയമം അറിയാവുന്ന ആരും തന്നെ അത് ചൂണ്ടിക്കാട്ടി. ജയശങ്കർ, നോക്കൂ, ഗവർണർ മുഖ്യമന്ത്രിയുമായും DGPയുമായും കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുഖ്യമന്ത്രിയെ സമൻ ചെയ്തു എന്ന് ട്വീറ്റ് ചെയ്തത്. ആദ്യം അദ്ദേഹം അത് ട്വീറ്റ് ചെയ്തിട്ടല്ല മുഖ്യമന്ത്രി ചെന്ന് കണ്ടത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി രാജ്ഭവനിൽ പോകുന്നു, ഗവർണറോട് ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നു. അവിടെ കാര്യങ്ങൾ അവസാനിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷെ പിന്നീട് ഗവർണർ ട്വീറ്റ് ചെയ്ത് ഇത് സമൻ ചെയ്തതാക്കി മാറ്റുകയും ചെയ്തു. ഇന്നതാ പാർലമെൻറ്റിൽ പറയുന്നു, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി 2 തവണ കേരളത്തോട് റിപ്പോർട്ട് തേടി, ഞങ്ങൾ റിപ്പോർട്ട് ഇപ്പോഴും കാത്തിരിക്കുകയാണ്, ഇതുവരെ വന്നിട്ടില്ല എന്ന്. ഒരു അമിത ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഗവർണർ എന്ന് പറഞ്ഞാൽ അവിടെ രാജ്ഭവനിൽ കുളിച്ച് താമസിക്കാൻ വന്ന ഒരു അതിഥിയല്ല. അദ്ദേഹം സംസ്ഥാനത്തെ ഭരണത്തലവനാണ്. സംസ്ഥാന മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. പക്ഷേ ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ പ്രതിപുരുഷനാണ്. ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിലെ 29 സംസ്ഥാനങ്ങളിലൊരു സംസ്ഥാനമാണ്.
സംസ്ഥാന സർക്കാരിൻ്റെ അധികാരങ്ങൾ പരിമിതമാണ്. ലോ ആൻഡ് ഓർഡർ സംസ്ഥാന സർക്കാരിൻ്റെ എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻപ്പെട്ട കാര്യമാണെന്ന് പറയുമ്പോൾ പോലും രാജ്യത്ത് കലാപം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ക്രമാതീതമായ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. കേന്ദ്രത്തിൻ്റെ പ്രതിപുരുഷൻ എന്നുള്ള നിലയ്ക്ക് ഗവർണർക്ക് ഉത്തരവാദിത്തമുണ്ട്. വെറുതെ ഗവർണർ തമാശയ്ക്ക് വന്ന് താമസിക്കുന്നല്ല അവിടെ. പിന്നെ പലപ്പോഴും പല ഗവർണർമാരും ഇടപെട്ടില്ല എന്ന് വെച്ചാൽ അവർക്ക് അറിവില്ലാത്തതുകൊണ്ട്. അവർക്ക് അവരുടെ ചുമതല എന്താണ്, ഉത്തരവാദിത്വം എന്താണെന്ന് പറയുമ്പോൾ ഷീല ദീക്ഷിത് എന്ന് പറഞ്ഞ ഒരു മഹതി ഇവിടെ ഗവർണറായിരുന്നു. വളരെ നല്ല സ്ത്രീയായിരുന്നു. അവരെ തൃശ്ശൂർ പൂരത്തിനും ആറന്മുള ഉത്രട്ടാതി വള്ളം കളിക്കും എല്ലാം അണിഞ്ഞൊരുങ്ങി അവരുടെ കുടുംബ പരിവാര സഹിതം കാണാൻ പോകുമായിരുന്നു. രാം ദുലാരി സിൻഹ എന്ന് പറഞ്ഞ ഒരു ഗവർണർ ഉണ്ടായിരുന്നു. അങ്ങനെ പല ഗവർണർമാരുണ്ട്. ഗവായ് ഉണ്ടായിരുന്നു, അദ്ദേഹം രാജ്ഭവനിൽ തന്നെ അടച്ച് താമസിച്ച ആളാണ്. സിക്കന്ദർ ഭക്ത് ഉണ്ടായിരുന്നു, നമ്മുടെ വേലായുധേട്ടൻ്റെ പാർട്ടിക്ക്. ഒരു ഉപദ്രവം ഉണ്ടായിരുന്നില്ല, ആർക്കും ഒരു പ്രയാസമില്ലാതെ കാര്യങ്ങൾ നടന്നുപോയി. അത് പലപ്പോഴും ചില ഗവർണർമാർ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ രാം ദുലാരി സിൻഹയ്ക്ക് ഇരിക്കുമ്പോൾ കേരള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ വൈസ് ചാൻസലർ അവർ തന്നെ ഇഷ്ടപോലെ നിയോഗിക്കും. ഇദ്ദേഹം അങ്ങനെയുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തം പല ഇടപെട്ട സന്ദർഭങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ എന്തിനാ ഇപ്പോൾ പിണറായി വിജയൻ പോയത്? അദ്ദേഹത്തിന് ഞാൻ വരില്ല എന്ന് പറയുന്നില്ലേ? അങ്ങനെ പോയതിൽ തെറ്റില്ല. മുഖ്യമന്ത്രിയെ വിളിപ്പിച്ചു, മുഖ്യമന്ത്രി പോയി. മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് അറിയാം, ഗവർണർ ഉത്തരവാദിത്വം ഗവർണർക്ക് അറിയാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ 2 തവണ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയെന്നും സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് കൊടുത്തില്ല എന്നുമാണ് ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് കേന്ദ്രവുമായി സഹകരിക്കാത്തത്? ഇത്രയും കലാപാന്തരീക്ഷം സംസ്ഥാന തലസ്ഥാനത്ത് തന്നെ ഉണ്ടാകുമ്പോൾ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത്, കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ചുമതലയല്ലേ? പാർലമെൻറ്റിൽ എംപിമാരുടെ ചോദ്യങ്ങൾ വരുമല്ലോ. അത്തരം ചോദ്യങ്ങൾ വരണമെങ്കിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ എക്വിപ്ഡ് ആയിരിക്കണം. അതിന് വളഞ്ഞ വഴി കേന്ദ്രം എന്തായാലും സ്വീകരിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മറുപടി പറയാം. ഇനി അതല്ല എങ്കിൽ തന്നെ കേന്ദ്രത്തിൻ്റെ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് അവരെ സഹായിക്കാത്തത് എന്തേ? ഇവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ തിരുവനന്തപുരം സംഭവമൊക്കെ ഉണ്ടായപ്പോൾ കേരള മുഖ്യമന്ത്രിയെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയും അദ്ദേഹത്തോട് വിവരങ്ങളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു. ആ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം ഉണ്ടായത്. ഈ കേരളത്തിൽ നടക്കുന്നതിനേക്കാൾ അതിൻ്റെ 10 മടങ്ങ് സംഭവങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. ആ നടക്കുന്നിടത്തൊക്കെ കേന്ദ്രം ഇതുപോലെ അപ്പ നോട്ടീസ് കൊടുക്കുകയും വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തതായിട്ട് ഒരു വിവരവുമില്ല. ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങൾ BJP ആണ് ഭരിക്കുക എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ സംസ്ഥാനങ്ങളിലാണ് പശുവിറച്ചി തിന്നെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മാട്ടിനെ കൊണ്ടുപോയെന്ന് വെച്ചോ വിൽപ്പന നടത്തിയെന്ന് പറഞ്ഞിട്ടോ ഒരു അപരിഷ്കൃത രാജ്യത്ത് പോലും നടക്കാത്ത കൂട്ടം ചേർന്ന ആളുടെ പരസ്യമായി പട്ടാപ്പകൽ തല്ലിക്കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നതും അതൊക്കെ ഉണ്ടാകും. അതൊക്കെ ആ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി അവിടെ കാര്യങ്ങൾ അതിൻ്റെതായ പരിസ്ഥിതിയിൽ അവർ ചർച്ച ചെയ്തോളട്ടെ. എന്തുകൊണ്ട് കേരളത്തിൽ ഒരു RSS കാര്യവാഹ് മരിച്ചപ്പോൾ കേന്ദ്രം റിപ്പോർട്ട് ചോദിച്ചു, നിങ്ങൾ സംസ്ഥാന സർക്കാർ അത് കൊടുക്കുന്നില്ല എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരം സംസ്ഥാന സർക്കാർ നൽകാൻ ബാധ്യസ്ഥനല്ലേ ശ്രീ ആനത്തലവട്ടമാനന്ദൻ? അല്ല, രേഖാമൂലം ചോദിച്ചാൽ രേഖാമൂലം കൊടുക്കും. രേഖാമൂലം ചോദിച്ചു, ആഭ്യന്തരമന്ത്രി വിളിച്ച് ഫോണിൽ ചോദിച്ചാൽ ഫോണിൽ ചോദിച്ചതല്ല, ഫോണിൽ ചോദിച്ചതെന്ന് നിങ്ങൾ ഉത്തരം പറഞ്ഞു. പക്ഷെ 17-നും 24-നും റിപ്പോർട്ട് തേടി അത് കൊടുത്തില്ല. ദയവായി തുടരുക, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ഇപ്പോൾ മുഖ്യമന്ത്രിയെ സമൻ ചെയ്തിരിക്കുന്നു എന്ന് ഗവർണർ P. സദാശിവം ട്വീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നു, ഞങ്ങൾ 2 തവണ സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടി, സംസ്ഥാനം ഇതിനകം റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന്. സംസ്ഥാന സർക്കാരിനോട് ഇങ്ങനെ റിപ്പോർട്ട് തേടാനുള്ള അവകാശമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ചൊവ്വ താങ്കൾ സംശയിക്കുന്നുണ്ടോ? രാഷ്ട്രീയ ചുവ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള ഒരു സംവിധാനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യത്യസ്ത മുന്നണികളുടെ ഭരണത്തിലാണ്. തീർച്ചയായും രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ ഇതിന് പുറകിലുണ്ടാകാം, രാഷ്ട്രീയമായി കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകാം. പക്ഷെ ഏത് തരത്തിലായാലും അത് രാഷ്ട്രീയത്തിൽ നിന്ന് ഭിന്നമായി കണ്ടാൽ പോലും ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന നടപടിയായിരുന്നില്ല ഗവർണറുടേത്. അത് നമ്മുടെ സംവിധാനത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾക്കെതിരാണ്, ഭരണഘടനയുടെ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണ്. എന്തുകൊണ്ട്? കാരണം ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ക്യാബിനറ്റ്,
അപ്പോ പിണറായി വിജയൻ ഗവൺമെന്റിന്, സർക്കാരിന്, ക്യാബിനറ്റിന്, മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്ന മാൻഡേറ്റിന്റെ പിൻബലമുണ്ട്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ മേലെയല്ല ഗവർണർ. നമ്മുടെ ഭരണഘടനയുടെ 163-ാം അനുച്ഛേദം വളരെ പ്രധാനമാണ്. 163-ാം അനുച്ഛേദം അനുസരിച്ച് ഗവർണറെ ഉപദേശിക്കേണ്ടതും ഗവർണർക്ക് സഹായങ്ങൾ നൽകേണ്ടതും ഒക്കെയാണ് ക്യാബിനറ്റിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തലവനായിട്ടുള്ള ക്യാബിനറ്റിന്റെ അധികാരമാണ്. ക്യാബിനറ്റ് ഉപദേശിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാനേ ഗവർണർക്ക് കഴിയുകയുള്ളൂ. വളരെ ചുരുക്കം ചില മേഖലകളുണ്ട്. ഇപ്പോൾ പ്രോസിക്യൂഷൻ സാങ്ഷൻ പോലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കണമെങ്കിൽ ഗവർണർക്ക് വിവേചനാധികാരം പ്രയോഗിക്കാം. അത് 163(2) പറയുന്നുണ്ട്. പക്ഷെ അതൊഴിച്ചാൽ ദൈനംദിന ഭരണകാര്യങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ക്യാബിനറ്റിന്റെ ഉപദേശമനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഗവർണർ മുഖ്യമന്ത്രിയെ സമൻ ചെയ്യുക എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. മുഖ്യമന്ത്രി പോകാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോ ഈ വിഷയം ഗൗരവപ്പെട്ടതാകാം. ഗൗരവപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ദൈനംദിനം ഒരു സംസ്ഥാനത്ത് ഉണ്ടാകാം. ഭരണപരമായ കാര്യങ്ങളിൽ ഉണ്ടാകാം, വിലക്കയറ്റം ഉണ്ടാകാം, രാഷ്ട്രീയാതിക്രമങ്ങൾ ഉണ്ടാകാം, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ക്രമസമാധാനം എന്ന് പറയുന്നത്, പോലീസ് എന്ന് പറയുന്നത് ഭരണഘടനയുടെ 7-ാം പട്ടിക അനുസരിച്ച് സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. അതിനോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ഇവിടെ മുഖ്യമന്ത്രിയെ മാത്രമല്ല സമൻ ചെയ്തിരിക്കുന്നത്, സംസ്ഥാന DGPയെ കൂടിയാണ്. ശരിയാണ്, സംസ്ഥാന സർക്കാരുമായ ഒരു ആശയവിനിമയത്തിന് ഒരുപക്ഷെ ഗവർണർ വിളിച്ചിട്ടുണ്ടാകും, മുഖ്യമന്ത്രി പോയിട്ടുണ്ടാകും. അതിനു മുമ്പ് എന്തായാലും നമ്മൾ ഈ പറയുന്ന ട്വീറ്റ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. തന്നെ സമൻ ചെയ്യുകയായിരുന്നു എന്ന വിവരം മുഖ്യമന്ത്രിക്ക് അതിനു മുമ്പ് അറിയുമോ അറിയില്ലയോ എന്നെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. എന്തായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ഇങ്ങനെ ഞാൻ മുഖ്യമന്ത്രിയെ സമൻ ചെയ്തതാണ് എന്ന ഗവർണറുടെ ട്വീറ്റ് വരുന്നത്. അതിനപ്പുറത്തേക്ക് എൻ്റെ ചോദ്യം എവിടെയാണ്, സംസ്ഥാനത്തെ DGPയെ കൂടി വിളിച്ചു വരുത്തുന്നു എന്ന് വരുമ്പോൾ പ്രശ്നം കൂടുതൽ ഗൗരവം ഉണ്ടാകുന്നുണ്ടോ ആ വിഷയത്തിന്? കൂടുതൽ ഗൗരവം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, അത് ദൈനംദിന ഭരണ നിർവഹണത്തിലുള്ള ഇടപെടലാണ്. ക്യാബിനറ്റിന്റെ ബ്യൂറോക്രസിയുടെ സ്വയം നിർണയാവകാശം, ക്യാബിനറ്റിന്റെയും ബ്യൂറോക്രസിയുടെയും സ്വച്ഛന്തതയിലുള്ള ഇടപെടലാണ് ഗവർണർ നടത്തിയിരിക്കുന്നത്. അതിനുള്ള അധികാരം ഗവർണർക്കില്ല. ഗവർണർ ഒരു നോമിനി മാത്രമാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യർ കൂടി എഴുതിയ, ജസ്റ്റിസ് കൃഷ്ണയ്യർ, ജസ്റ്റിസ് ഭഗവതി എന്നിവർ അടക്കം ചേർന്ന് എഴുതിയ 974-ലെ ഷംസീർ സിംഗിന്റെ കേസ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. ആ വിധിയിലാണ് ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് സുപ്രീം കോടതി ആധികാരികമായി വിധി പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള ആധികാരിക വിധി ഷംസീർ സിംഗിന്റെ കേസ് തന്നെയാണ്. അന്ന് സുപ്രീം കോടതി പറഞ്ഞു, ക്യാബിനറ്റിന്റെ ഉപദേശത്തിന് വിധേയനായി മാത്രം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിലുള്ള ഒരു പാലം എന്നുള്ള നിലയിൽ മാത്രം ധർമ്മം നിർവഹിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു നോമിനേറ്റഡ് ആയിട്ടുള്ള, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അധികാര കേന്ദ്രം മാത്രമാണ് ഗവർണർ. ആ ഗവർണർ ക്യാബിനറ്റിന്റെ മുകളിൽ ഒരു സൂപ്പർ പവറിനെ പോലെ പ്രവർത്തിക്കുന്നത് കീഴ്വഴക്കം എന്നുള്ള നിലയിൽ അപകടകരമാണ്. തെറ്റായിട്ടുള്ള സന്ദേശമാണ് നൽകുക. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. ഇതിനോട് കുറെ കൂടി ശക്തമായ എതിർപ്പ് ഫെഡറലിസത്തിൽ വിശ്വസിക്കുന്ന, ഇടതുപക്ഷത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത്, ഫെഡറലിസത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും തന്നെ, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാവരും തന്നെ ഈ നടപടിക്കെതിരെ മുന്നോട്ട് വരേണ്ടതാണ്. രാഷ്ട്രീയാതിക്രമങ്ങളുടെ കാര്യം വേറെ, അത് ഗൗരവപ്പെട്ട വിഷയമാണ്, നിർത്തേണ്ടതാണ്, അവസാനിപ്പിക്കേണ്ടതാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഓരോരോ ദിവസം ഉണ്ടാകുന്ന പ്രത്യേക സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റാവുന്നതല്ല ഭരണഘടനയുടെ. ദയവായി തുടരുക അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസുകാർ പറയുന്നു ഉമ്മൻചാണ്ടി സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ് മുഖ്യമന്ത്രിയെ സമൻ ചെയ്ത ഗവർണറുടെ നിലപാട് എന്ന്. KC വേണുഗോപാൽ ഇന്ന് പാർലമെന്റിൽ പറയുന്നു മുഖ്യമന്ത്രിയെ അങ്ങനെ സമൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ ആഭ്യന്തര മന്ത്രി, അദ്ദേഹം പറയുന്നു ഈ എതിർപ്പ് CPM നേതാക്കൾക്ക് ഇല്ലാത്തത് അദ്ദേഹത്തിന് അത്ഭുതം എന്ന്. എന്തുകൊണ്ടാണ് CPM ഇക്കാര്യത്തിൽ അത്ഭുതം പ്രകടിപ്പിക്കാത്തത്? ഇനി ഒരു കാര്യം കൂടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയെ സമൻ ചെയ്യുന്നതിന് മുമ്പ് ഗവർണർ ഇക്കാര്യം ട്വീറ്റ് ചെയ്തിരുന്നില്ല, സമൻ ചെയ്തതാണ് എന്ന് ട്വീറ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി ചെയ്തത് ഗവർണർ ഗവർണർ നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി അതേ നിലയിൽ ഒരു ആജ്ഞാനുവർത്തിയെ പോലെ അനുസരിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഗവർണർ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ് പറയുന്നത്: CM said
he would have meeting with the Kummanam and state RSS chief and make public appeal to maintain peace എന്നാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു നിർദ്ദേശം ഗവർണറുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നു, ഞാൻ RSS നേതാവിനെയും BJP സംസ്ഥാന അധ്യക്ഷനെയും കണ്ട് അതിനുശേഷം ഒരു സമാധാനത്തിന് അപ്പീൽ ചെയ്യുന്നു എന്ന്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ട്വീറ്റ് വന്നതിന് ശേഷം സമൻ ചെയ്തതാണ് എന്ന് ഗവർണറുടെ ട്വീറ്റ് വന്നതിന് ശേഷവും മുഖ്യമന്ത്രി ചെയ്തത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭരണഘടനാപരമായ പ്രശ്നം കോൺഗ്രസ്സുകാർ പോലും തീക്ഷ്ണമായി വിമർശിക്കുന്ന ഈ പ്രശ്നം മുഖ്യമന്ത്രിക്ക് ഗൗരവമായി എടുക്കാനേ തോന്നിയില്ല എന്ന് പറയുമ്പോൾ അത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുകയല്ലേ? അത് ഇടതുപക്ഷ സർക്കാരിനെ മാത്രമല്ല ബാധിക്കുക എന്ന് അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജു പറഞ്ഞതിനെ ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്? നികേഷ്, ഇവിടെ ഈ സംഭവം നടന്നതിൻ്റെ അന്ന് അതിരാവിലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ടെലിഫോണിൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു. മുഖ്യമന്ത്രി നടന്ന സംഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ മേൽ ഗവൺമെൻറ് എടുത്ത നടപടികളെക്കുറിച്ചും അദ്ദേഹത്തെ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി. അതിനുശേഷം ഗവർണർ സാധാരണ നിന്ന് വ്യത്യസ്തമായി ഒരു നടപടിക്രമം ഇവിടെ സ്വീകരിച്ചു. സാധാരണ മുഖ്യമന്ത്രിയെ വിളിക്കാം, സംസാരിക്കാം. അത് മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ വിളിച്ചു, ആശയവിനിമയം നടത്തി. അതിനുശേഷം BJP-യുടെ പ്രതിഷേധമുണ്ടെന്ന് പറയുന്ന BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെ വിളിച്ച് ആശയവിനിമയം നടത്തി. മുഖ്യമന്ത്രിയുമായും ആശയവിനിമയം നടത്തി. ഈ പറഞ്ഞതുപോലെ സമൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു സമീപനമായിരുന്നില്ല. ഇതിനു മുമ്പ് ഗവർണർമാർ സ്വീകരിച്ച പോലെ സമീപനമായിരുന്നില്ല മിസ്റ്റർ സദാശിവൻ ഗവർണർ ഈ വിഷയത്തിൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് സ്വീകരിച്ചത്. ഇവരോടെല്ലാം ആശയവിനിമയം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഞാൻ എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യം അങ്ങയെ ബോധ്യപ്പെടുത്താം. അങ്ങനെ ബോധ്യപ്പെടുത്താനായി അദ്ദേഹം പോയി. അതേപോലെ തന്നെ ഗവർണർ DGP-യെ വിളിച്ചു. DGP-യും പോയി ആ വിവരങ്ങൾ ബോധ്യപ്പെടുത്തി. അതൊരു സമൻ ചെയ്ത് വരുത്തി ഭീഷണിപ്പെടുത്തി അനുസരിപ്പിക്കലാണ് ചെയ്തതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ വ്യാഖ്യാനം വരുന്നത്. അതിനു മുമ്പ് ഗവർണർ നമ്മുടെ ഭരണഘടന അനുസരിച്ച് നേരത്തെ മിസ്റ്റർ കാളീശ്വരൻ രാജു പറഞ്ഞതുപോലെ അത്രയും അധികാരമേ അദ്ദേഹത്തിനുള്ളൂ. അതെല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാ ഉത്തരവുകൾക്കും ബൈ ഓർഡർ ഓഫ് ദി ഗവർണർ എന്നാണ് ഗവൺമെൻറ് ഉത്തരവുകൾ, നിയമസഭ പാസാക്കുന്ന നിയമങ്ങളെ സംബന്ധിച്ചുള്ള ഉത്തരവ്. ഇതൊക്കെ ഭരണഘടനാപരമായ ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ അതിൻ്റെ മേൽ മേക്കിട്ട് കയറാനാണ് ഗവർണർ എപ്പോഴെങ്കിലും ശ്രമിക്കുന്നതെങ്കിൽ, അതിൻ്റെ താല്പര്യം കേന്ദ്രം ഭരിക്കുന്ന ആളുകൾക്കുണ്ടെങ്കിൽ അത് കേരളം വെച്ച് പറപ്പിക്കില്ല. അധികാരമൊക്കെ വേണ്ടി ഭരണഘടനയുടെ 386 വകുപ്പ് ഇതിന് മുമ്പ് ഇവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നടപടിയെക്കുറിച്ചൊക്കെ വലിയ അരിശം കൊള്ളുന്ന ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ലോക്സഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ച വേണുഗോപാലും അവരൊക്കെ മറന്നു പോകരുത്. ശരി, ഞാൻ മടങ്ങിയെത്താം. ശരിയാണ്, അല്ല അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ കട്ടു PM വേലായുധൻ. ഇവിടെ നോക്കൂ, നിങ്ങൾ അരുണാചൽ പ്രദേശ് ഒരു നിയമസഭയെ തന്നെ അങ്ങ് വിലക്ക് വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഗോവ, മണിപ്പൂർ, എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ ഗുജറാത്തിൽ, UP-യിൽ, ബീഹാറിൽ ഒരു പരിധിവരെ നിങ്ങൾക്കെതിരെയാണ് വിധി. അതായത് BJP-യുടെ വർഗീയതക്കെതിരെ അവിടെ ഒരു മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കിയപ്പോൾ BJP-യുടെ 2014 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ട് പിറ്റേന്നാൾ 2015 ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനെയൊക്കെ അട്ടിമറിച്ചു. കേരളത്തിൽ എന്താ? കേരളത്തിലും ബംഗാളിലും എന്താ? രണ്ട് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ മോദിക്ക് വിലങ്ങുതടിയായിട്ടുള്ളത്. ഒന്ന് മമതാ ബാനർജി, രണ്ട് പിണറായി വിജയനും. ഇവിടെ രണ്ടിടത്തും സമാനമായ വിധത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. നിരന്തരമായി BJP-യും അവിടുത്തെ റൂളിംഗ് പാർട്ടിയും തമ്മിലുള്ള സംഘർഷം. നിങ്ങൾ ഈ റെക്കോർഡ്സ് ഉണ്ടാക്കുകയാണോ? ഇങ്ങനെ ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടുക, അങ്ങനെ ഒരു റിപ്പോർട്ട് എടുത്തു വെക്കുക, നാളെ രാജ്നാഥ് സിംഗ് നേരിട്ട് വിശദീകരണം തേടുക, അതിൻ്റെ റിപ്പോർട്ട് അവിടെ ഉണ്ടാക്കുക, ഗവർണർ നേരിട്ട് വന്ന് മുഖ്യമന്ത്രിയെ വിളിക്കുക, അവിടെ റിപ്പോർട്ട് ഉണ്ടാക്കുക, എന്നിട്ട് അവസാനം പിരിച്ചുവിടാൻ വേണ്ടി. വർഗീയമായി ചിത്രീകരിച്ച ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഭാരതത്തിലെ നമ്മുടെ ആനത്തലവട്ടം ആനന്ദൻ സൂചിപ്പിച്ചതുപോലെ 18 സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഭരണത്തിലാണ്. എന്തുകൊണ്ട് ജനങ്ങൾ BJP-യെ അംഗീകരിക്കുന്നു? 1942 കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉദയം കൊണ്ടത്. നമുക്കൊക്കെ അറിയാവുന്ന വിഷയങ്ങളാണ്.
പക്ഷേ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനങ്ങൾ തിരസ്കരിക്കുന്നു, എന്തുകൊണ്ട് BJPയെ അംഗീകരിക്കുന്നു, അത് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, 2 തവണ കേന്ദ്ര സർക്കാർ രേഖാമൂലം സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ചോദിച്ചിട്ട് അഹന്ത കൊണ്ടും അഹങ്കാരം കൊണ്ടും ഇക്കാര്യത്തിൽ നമുക്ക് കേരളം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകിയിട്ടില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ രേഖാമൂലമുള്ള ചോദ്യത്തിന് രേഖാമൂലമുള്ള ഉത്തരം ലഭിക്കുമ്പോ അതിനതിൻ്റെതായ റിപ്പോർട്ട് ചെന്ന് കാണാം. അത് അവിടെ എത്തിയിട്ടുണ്ടാകാം. അത് പാർലമെന്റിൽ എത്തണമെങ്കിൽ ഇനിയും ആഴ്ചകൾ വേണ്ടി വരും. മാത്രമല്ല, ഈ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലല്ല അല്ല. അത് നികേഷ്, ഞാൻ ഒന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുക. സഖാവ് ആനത്തലവട്ടം പറഞ്ഞ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പ്. കാരണം എന്താ വെച്ചാൽ, ഇത് ആദ്യം ഗവർണറുടെ കാര്യം പറയാം. ഗവർണർക്ക് അധികാരമുണ്ട്. ഗവർണർ കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കും ഈ ഹോമിയോ മരുന്ന് കഴിക്കുന്ന പോലെ മുഖ്യമന്ത്രിയെ വിളിച്ച് ഉപദേശിക്കുക, അല്ലെങ്കിൽ DGP വിളിപ്പിക്കുക വെച്ചാൽ മഹാവൃത്തിയാണ്. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനൊന്നും ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ല. പക്ഷേ അസാധാരണമായ സാഹചര്യങ്ങളിൽ ഗവർണർക്ക് ഇടപെടാം. ഇപ്പോൾ സദാശിവത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം വെറുതെ അങ്ങനെ കൊഴുക്കട്ടയായിട്ടിരിക്കുന്ന ഒരു ഗവർണറല്ല. സർവകലാശാലയുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം നടത്തിയ ഇടപെടൽ നമുക്കറിയാം. അതിന് ആരും ഇന്ന ദിവസം എതിർത്തിട്ടില്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും താല്പര്യമുണ്ടോ, രാഷ്ട്രീയ താല്പര്യമുണ്ടോ, കൊടിയ ശത്രുക്കൾ പോലും ഇവർ പറഞ്ഞു കേട്ടിട്ടില്ല. അഴിമതിക്കാരായ വൈസ് ചാൻസലർമാർ ചിലപ്പോൾ പറയും, വേറെ ആരും പറയില്ല. ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണ്, ഇവിടെ വലിയ ഒരു ക്രമസമാധാന പ്രശ്നം കുറേ നാളുകളായിട്ടുണ്ടാവും. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുണ്ടാവും. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ വിളിപ്പിക്കുന്നു. ഇപ്പോൾ ആനന്ദലോട്ടം പറഞ്ഞില്ല, മുഖ്യമന്ത്രി ചെല്ലുന്നു, DGP വിളിപ്പിക്കുന്നു, അദ്ദേഹം ചെല്ലുന്നു. ഗവർണർ അവിടെ കൂടെ നിർത്തുന്നില്ല. കോടിയേരി ബാലകൃഷ്ണൻ വിളിക്കുന്നു, കുമ്മനം രാജശേഖരൻ വിളിക്കുന്നു. ഇവിടെ ഒരു സമാധാനം ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ആ അർത്ഥത്തിലെടുത്താൽ മതി. അങ്ങനെ ഇടപെടാനുള്ള അധികാരമൊക്കെ ഗവർണർക്കും ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നന്ദിഗ്രാമിൽ ലഹള ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വലിയ പ്രശ്നമുണ്ടായി. അന്ന് CPM-ന്റെ സർക്കാരാണ്, LDF സർക്കാരാണ്. ഇന്ന് നമ്മുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൻ്റെയും BJP-യുടെ സ്ഥാനാർത്ഥി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടി സ്ഥാനാർത്ഥിയായിട്ട് വിളിച്ചത് ഗോപാലകൃഷ്ണ ഗാന്ധിയാണ്, ബംഗാളിലെ ഗവർണർ. ഗോപാലകൃഷ്ണ ഗാന്ധി ഏതാണ്ട് ഇതുപോലത്തെ ഇടപെടൽ നടത്തി. എന്ന് മാത്രമല്ല, അദ്ദേഹം നന്ദിഗ്രാമിൽ നേരിട്ട് പോയി അവിടെയുള്ള കുട്ടികളുടെ കൂടെ അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചു. പിറ്റേ ദിവസം ഹിന്ദു പത്രം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അന്ന് ഇതിന് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് പറഞ്ഞത്, വാരാന്ത്യം നടത്തുന്ന സമയത്ത് നമ്മുടെ ഇംഗ്ലീഷ് ദേശാഭിമാനി അന്ന് എഡിറ്റോറിയൽ എഴുതി, ഗോപാലകൃഷ്ണ ഗാന്ധി ചെയ്തത് തെറ്റാണ്. എന്താണ് പശ്ചിമ ബംഗാൾ, ഇപ്പൊ കാളീശ്വരൻ രാജു പറഞ്ഞ അതേ ന്യായമാണ്. എന്താറിയോ, പശ്ചിമ ബംഗാൾ ഗവൺമെന്റിന്റെ രേഖ ഉപദേശമില്ലാതെ അദ്ദേഹത്തിന് നന്ദിഗ്രാമിൽ പോകാൻ ക്രിക്കറ്റ് കളിക്കാൻ. അക്കാര്യത്തിൽ അതിനോട് യോജിപ്പുണ്ട്. ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് ഗവൺമെന്റിനോട് റിപ്പോർട്ട് തേടാം. പക്ഷെ സമൻ ചെയ്തത് അനുചിതമാണ് എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, കോൺഗ്രസ്സുകാർ ഇതും പറയും, ഇതിന്റെ അപ്പുറം പറയും. കോൺഗ്രസ്സുകാർ ആരാ മക്കൾ, ഇത് ഉമ്മൻചാണ്ടിയാണ് വിളിച്ചെങ്കിൽ അദ്ദേഹം വിളിക്കണേക്ക് മുമ്പ് അവിടെ ചെല്ലും. എന്താ സംശയമുണ്ടോ? ഇനി ഗവർണർ വിളിച്ചിട്ട് പോയില്ല എന്നായിരിക്കും. ഗവർണർ വിളിച്ച് എനിക്ക് പോകാൻ സൗകര്യമില്ലാന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇപ്പോൾ ആനത്തലവട്ടം പറഞ്ഞ കാര്യം തന്നെ വേറൊരു രീതിയിൽ പറയുകയാണ്, ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇതേ ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കും. ഇല്ലേ, ഗവർണറെ വിളിച്ചിട്ട് പോയില്ല. വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ഒന്ന്, 2002 ഗുജറാത്തിൽ വലിയ കലാപം നടക്കുന്നു. ആ ഘട്ടത്തിൽ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ്റെ ഇടപെടലിന് വേണ്ടി വലിയ മുറവിളി ഉണ്ടായിരുന്നു. പക്ഷേ KR നാരായണൻ റിപ്പോർട്ട് തേടലിൽ കാര്യങ്ങൾ അവസാനിപ്പിച്ചു എന്നുള്ളൊരു പരാതി അന്ന് ഗുജറാത്ത് കലാപം BJPയുടെ സൃഷ്ടിയാണ് എന്ന് പറയുന്നവർക്കുണ്ടായിരുന്നു. ആ നിലയിലുള്ള ഒരു ഇടപെടൽ, അതിനെ പുറത്താക്കുന്നതടക്കമുള്ള ഇടപെടൽ നടത്താൻ അദ്ദേഹം വിസമ്മതിച്ചത് ശരിയാണ്. അന്ന് വാജ്പേയി സർക്കാരായിരുന്നു, സാധ്യമായിരുന്നില്ല ഒരു ജനകീയ ഭരണകൂടത്തിനെ മറികടന്നുകൊണ്ട് അത്തരത്തിലുള്ള ഇടപെടൽ. പക്ഷേ അതൊരു അസാധാരണ സംഭവമായിരുന്നു എന്നും അസാധാരണ നിലയിൽ രാഷ്ട്രപതി ഇടപെടണമായിരുന്നു എന്നുള്ളതാണ് ആ വാദം. രണ്ട്, നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഗോപാലകൃഷ്ണ ഗാന്ധിയും CPM-ഉമായിട്ടുള്ള നന്ദിഗ്രാം അടക്കമുള്ള വിഷയങ്ങളിലുള്ള ഏറ്റുമുട്ടൽ. മൂന്നാമത്തേത് ഇതുപോലുള്ള പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, അതിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സമൻ ചെയ്യുന്നു. ഇതിന് സമാന്തരമായിട്ടുള്ള ഒന്ന് ഇപ്പോൾ കൊൽക്കത്തയിലും നടക്കുന്നുണ്ട്. അവിടെ ഗവർണർ ഭ്രാന്തൻ എന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി വിശേഷിപ്പിക്കുന്നത്. ഗവർണറുടെ അടിമയൊന്നുമല്ല ഞാൻ ജനകീയ സർക്കാർ രൂപീകരിച്ച ആളാണ്, എനിക്ക് തോന്നുമ്പോൾ ഞാൻ കാര്യങ്ങൾ ചെയ്യും, അതൊന്നും അന്വേഷിക്കാൻ ഗവർണർ വരണ്ട. ഈ മൂന്ന് സംഭവവികാസങ്ങളിൽ താങ്കളുടേത് കൂടി കൂട്ടിച്ചേർക്കാം. ഏതൊക്കെയാണ് അനുചിതമായ ഇടപെടൽ, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഇടപെടൽ? നന്ദിഗ്രാമിന്റെ വിഷയത്തിൽ അന്ന് ഗോപാലകൃഷ്ണ ഗാന്ധി നടത്തിയ ഇടപെടൽ, അത് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ അടിസ്ഥാനത്തിൽ
വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിന്റെ ഭരണക്രമത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഗവർണർ നടത്തിയിരുന്നില്ല. മറിച്ച് ആ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ ആകാംക്ഷ, അദ്ദേഹത്തിന്റെ കൺസേൺ, അദ്ദേഹം അന്ന് വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുക മാത്രമല്ല, ഒരു ലേഖനം തന്നെ എഴുതുകയുണ്ടായി. പിന്നീട് അത് ഹിന്ദു മാത്രമല്ല, മെയിൻ സ്ട്രീം അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾ അത് വളരെ വലിയ തരത്തിൽ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഗോപാലകൃഷ്ണ ഗാന്ധി പോലും അന്ന് ഭരണത്തിന്റെ ദൈനംദിന ഭരണത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഒരു കാര്യത്തിൽ ആകാംക്ഷ അല്ലെങ്കിൽ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നു. ഇപ്പൊ ഈ കാര്യത്തിൽ പോലും ഇതിനു മുമ്പ് തന്നെ ഞാനന്ന് ശ്രീ സദാശിവൻ തന്നെ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ അതിക്രമങ്ങളെ കുറിച്ച് ഒരു ആശങ്ക പുറപ്പെടുവിച്ചിട്ടുള്ള ഒരനുഭവം സന്ദർഭം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെ അനുകൂലിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നെ പോലെ ധാരാളം ആളുകൾ അതിനെ പിന്തുണക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് താങ്കൾ ആദ്യത്തെ ചോദ്യത്തിൽ ശരിയായി സൂചിപ്പിച്ചതുപോലെ ബ്യൂറോക്രാറ്റുകളെ അടക്കം വിളിച്ചു വരുത്തുന്ന നടപടി, സമൻ ചെയ്യുക എന്നുള്ളത്, ആ വാക്കിന് വലിയ അർത്ഥമുണ്ട്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനുള്ള മാൻഡേറ്റ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത ഗവർണർക്ക് ദൈനംദിന ഭരണകാര്യങ്ങളിലില്ല. ഭരണത്തിൽ ഇടപെടുന്ന ഒരു സ്വഭാവം ഈ സംഭവ വികാസത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിനെ മറ്റു കാര്യങ്ങളിൽ നിന്ന്, ഗോപാലകൃഷ്ണ ഗാന്ധിയുടെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ശ്രീ KR നാരായണന്റെ കാര്യം പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഗവർണറുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് രാഷ്ട്രപതിയുടെ അവസ്ഥ. രാഷ്ട്രപതിയുടെ ഇത് രണ്ടും ഒരുപോലെയാണെന്ന് പെട്ടെന്ന് തോന്നുമെങ്കിലും തെരഞ്ഞെടുപ്പ് തന്നെ നോക്കൂ. ഇവിടെ ഗവർണർ തെരഞ്ഞെടുക്കപ്പെടുകയല്ല, പക്ഷെ രാഷ്ട്രപതി കുറഞ്ഞ പക്ഷം തെരഞ്ഞെടുക്കപ്പെടുകയെങ്കിലുമാണ്. അവിടെ രണ്ട് സഭകളിലുമുള്ള ആളുകൾ, അതുപോലെ നിയമസഭാ സാമാജികർ ചേർന്ന് തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് രാഷ്ട്രപതി. അദ്ദേഹം പാർലമെന്റിന്റെ ഭാഗമാണ്. പാർലമെന്റ് എന്ന് പറയുന്നത് ഇരു സഭകളും രാഷ്ട്രപതിയും കൂടി ചേർന്നതാണ്. ഇത്തരത്തിലുള്ളൊരു അവസ്ഥ സംസ്ഥാന നിയമസഭയും ഗവർണറും തമ്മിലുള്ള ബന്ധത്തിൽ ഇല്ല. ഗവർണർ തെരഞ്ഞെടുക്കപ്പെടുന്നയാളല്ല. ഇനി മമതാ ബാനർജിയുടെ കാര്യത്തിലേക്ക് വന്നാൽ തന്നെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളും ഇല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിലും തെറ്റുണ്ടാവാം. പക്ഷേ ഒരു നിയമപ്രസ്താവം, ഒരു നിയമതത്വം എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ അവർ ഗവർണറുടെ അടിമയല്ല എന്നുള്ള പ്രസ്താവന ഫെഡറലിസ്റ്റ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഭരണഘടനാ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സമ്പൂർണമായും ശരിയാണ്. ആ രീതിയിലുള്ള ഒരു ധീരമായ നിലപാട് എടുക്കുവാൻ നമ്മുടെ ഗവൺമെന്റിന്, ക്യാബിനറ്റിന്, മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് ഈ താരതമ്യത്തെ കൂടുതൽ പ്രസക്തമാണ്. അതായത് അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ഗവർണർ സമൻ ചെയ്യുകയാണ് എന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനോട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ പോയി പണി നോക്കൂ എന്ന് പറഞ്ഞ പണി ചെയ്യേണ്ടിയിരുന്നു. തീർച്ചയായും ഈ സമൻ ചെയ്ത ഗവർണറുടെ നടപടിയെ മുഖ്യമന്ത്രി തള്ളിക്കളയണമായിരുന്നു, നിരാകരിക്കണമായിരുന്നു. അങ്ങനെ സംസ്ഥാനത്തെ ജനങ്ങളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കണമായിരുന്നു. അതോടൊപ്പം സമാധാനത്തിന് വേണ്ടി ഭരണ നടപടിയുടെ ഭാഗമായി, ഭരണ നിർവഹണത്തിന്റെ ഭാഗമായി ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണമായിരുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇന്നിപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകൾ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. രണ്ട് വിഷയങ്ങളിൽ CPMന്റെ കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന ഭരണകൂടത്തോട്, പിണറായി വിജയൻ സർക്കാരിനോട് എതിർപ്പുണ്ട്. ഒന്ന്, അദ്ദേഹം ധാർഷ്ട്യത്തോടുകൂടി മാധ്യമപ്രവർത്തകരെ നേരിട്ട രീതി, അത് നിലവിലുള്ള ഒരു അനുകൂല സാഹചര്യമുണ്ടായിരുന്നു. 5.60 കോടി രൂപ BJPക്കാർ കൈക്കൂലി മേടിച്ചു എന്നുള്ള വിഷയത്തിൽ ഇനി അടുത്തൊന്നും കര പിടിക്കാൻ കഴിയില്ല എന്ന് കരുതിയ BJPയെ രക്ഷപ്പെടുത്തുന്ന വിധത്തിലായിപ്പോയി ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ, കൊലപാതകം, അതിനുശേഷമുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതുപോട്ടെ, അക്കാര്യത്തിൽ താങ്കൾക്ക് ഔദ്യോഗികമായി പ്രതികരിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ വിഷയത്തിലും സമാനമായ വിധത്തിലുണ്ട്. ഗവർണറെ ഓച്ഛാനിച്ച് നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും എന്ന പ്രതീതി സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ ട്വീറ്റ് വായിച്ചത്. CM said he would have meeting with Kummanam and state RSS chief and make public appeal to maintain peace എന്ന് ഗവർണർ ട്വീറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് BJPയുമായി ഉഭയകക്ഷി ചർച്ച വെക്കുന്നു. നല്ല കാര്യം, അങ്ങനെ ഒരു ഉഭയകക്ഷി ചർച്ച വേണമെങ്കിൽ വെച്ചോളൂ. അത് കഴിഞ്ഞതിന് ശേഷം പീസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന ഒരു ആഹ്വാനം മുഖ്യമന്ത്രി കൊടുക്കുന്നെങ്കിൽ അതിനേക്കാൾ നല്ല കാര്യം. പക്ഷേ അത് ഗവർണർ പറഞ്ഞ് ചെയ്യിച്ചതാണ് എന്ന തോന്നൽ ഉണ്ടാക്കുന്നത് സംസ്ഥാന ഭരണകൂടത്തിന് ഭൂഷണമാണോ? നേരത്തെ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇദ്ദേഹത്തിന് നമ്മൾ കീഴടങ്ങേണ്ട കാര്യം എന്താണ്? ഗവർണറെ കാണുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം പാർട്ടി സെൻറ്ററിൽ വന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ
ഉപേക്ഷിച്ച് ചർച്ച നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കണമെന്ന് ഇവിടെ തീരുമാനിച്ചു പോയതാണ്. പിന്നീടാണ് ഗവർണറെ കാണുക. ഗവർണർ പിന്നീട് ഇവരെ മുഖ്യമന്ത്രിയെ പോയി കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഇന്ന് വ്യത്യസ്തമായി. സാധാരണ എന്താ, മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറയാം, മുഖ്യമന്ത്രി വിളിച്ച് സംസാരിക്കാം. ഇവിടെ ചെയ്തത് സംസ്ഥാന പാർട്ടി സെക്രട്ടറിയെയും അതുപോലെ ഈ BJPയുടെ നേതാവായ ശ്രീ കുമ്മനം രാജശേഖരനെയും കൂടെ എന്തൊരു ഗവർണർ വിളിക്കണം? അപ്പോൾ അദ്ദേഹം ഒരു അനുരഞ്ജനത്തിൻ്റെ സമവായത്തിൻ്റെ മാർഗമാണ് സ്വീകരിച്ചത്. ഈ സമൻ ചെയ്യുന്ന സ്വഭാവത്തിലല്ല പ്രശ്നമെടുത്തത്. അത് പിന്നെ ട്വിറ്ററിൽ അദ്ദേഹം എഴുതി കാണും, ഞാനിതെല്ലാം അങ്ങനെ ചെയ്തെങ്കിൽ അത് തെറ്റാണ് അദ്ദേഹം. എല്ലാം കൂടെ കൂട്ടി വായിക്കല്ലേ? വരണമെന്ന് പറഞ്ഞാൽ നോക്കൂ ക്ഷേണത്തിലപ്പെട്ട മാനന്ദൻ, കോടിയേരിയെ അങ്ങോട്ട് വിളിച്ചു. മകന്റെ വീടിന് നേരെ ഉണ്ടായിട്ടുള്ള കല്ലേറിൽ എന്താണ് സംഭവം എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി കോടിയേരിയെ അങ്ങോട്ട് വിളിക്കുകയാണ് ഗവർണർ ചെയ്തത്. കുമ്മനെ ഇങ്ങോട്ട് വിളിക്കുകയാണ്, അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഭയങ്കര വഷളാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ ഗവർണർ നടത്തുന്ന സംഭാഷണങ്ങളാണ്. ഇതിലൊന്നും നമുക്ക് യാതൊരു പങ്കുമില്ല. ഗവർണർ ചിലപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറിനെ വിളിക്കും, എന്നെ വിളിക്കും. അങ്ങനെ വിളിക്കുന്നതൊന്നും ഈ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഗവർണറുമായുള്ള സ്റ്റേറ്റിൻ്റെ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അവർ രണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻറ്റുമാണ്. ഇവിടെ നമ്മളെ വിഷയം ചർച്ചയാക്കുന്നത് മുഖ്യമന്ത്രി ആ നിലയിൽ പോകാൻ പാടില്ലായിരുന്നു എന്ന് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം ഒറ്റ ശബ്ദത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയാണെങ്കിൽ സമൻ ചെയ്ത എന്ന വാക്ക് അവിടെ കേൾക്കുന്നു. കേട്ടതിന് ശേഷവും ഈ പറയുന്ന ഉഭയകക്ഷി ചർച്ച നടത്തുന്നു. ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ഗവർണർ നിർദ്ദേശിച്ച പ്രകാരം ഒരു അപ്പീൽ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നതാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ള വിമർശനത്തിന് ആധാരമായ ഘടകങ്ങൾ. അവർ പറയുന്നു അങ്ങനെ ഗവർണർ പറയുന്നത് കേട്ടിട്ട് ചെയ്തു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്ന്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്നാ ജയിക്കാത്ത ആളുകളാണ് കേന്ദ്ര നേതൃത്വം. അവർക്ക് അതും പറയാം, അപ്പുറം പറയാം. എന്റെ നികേഷ്, നിങ്ങൾ ഇത് കുട്ടിച്ചോറാക്കാനാണ് നോക്കുന്നത്. രാവിലെ തന്നെ പാർട്ടി സെക്രട്ടറി അദ്ദേഹം തന്നെ ഇക്കാര്യം പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഗവർണറെ കാണുന്നത്. അതുകൊണ്ട് അപ്പോഴിങ്ങനെ സമൻ ചെയ്തിരിക്കുന്നു എന്നതൊന്നും മുഖ്യമന്ത്രിയുടെ മുമ്പിലില്ല, പാർട്ടിയുടെ മുമ്പിലുമില്ല. അവിടെ സമൻ ചെയ്ത് വരുത്തുന്നൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഇപ്പോൾ പത്രക്കാരോട് കാണിച്ച ഒരു നടപടിക്രമങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ ഭരണത്തിനിടയിൽ ഒട്ടേറെ കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, നാശനഷ്ടങ്ങൾ ഈ രാജ്യത്ത് നടന്നിരിക്കുന്നു. ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്നത് സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. മുഖ്യമന്ത്രി സമാധാനത്തിലുള്ള എല്ലാ BJPയും RSSുമായിട്ട് ചർച്ച നടത്തുക എന്നൊക്കെ പറയുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ഇനി എന്താണ് കൂടുതൽ ചെയ്യാൻ കഴിയുക? ഇന്നിപ്പോ കോട്ടയത്തെ കഴിഞ്ഞു, തിരുവനന്തപുരത്തെ കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നു കണ്ണൂര്. ഒരേ സമാധാന ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ മുഖ്യമന്ത്രിക്ക് മുമ്പ് പല മുഖ്യമന്ത്രിമാരും ഈ നടപടി ഇവിടെ ഒരു തെറ്റുമില്ലല്ലോ. പോയതിനെന്താ തെറ്റ്? ഗവർണർ വിളിച്ചതിനെന്താ തെറ്റ്? അതാ ഞാൻ പറഞ്ഞ ഇപ്പൊ തെറ്റ് ഇവരിരുന്ന് ആലോചിച്ചപ്പോൾ എവിടേക്കോ ഒരു വീഴ്ച തോന്നി. അതാ പറഞ്ഞ അങ്ങാടി തോറ്റതിന് അമ്മയോട്. അതിന് പത്രക്കാർക്ക് നേരെ കടക്കടാ പുറത്തുനിന്ന് രാജ്യത്ത് ഇന്നവരെ ഒരു മുഖ്യമന്ത്രി മൂക്ക് താഴേക്കുള്ള ഒരു മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല. ആദ്യത്തെ ഒരു പദപ്രയോഗമാണ് ബഹുമാനായ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ഭാഷ. അവിടെ ഞാൻ പറഞ്ഞേ അങ്ങാടിയിൽ തോറ്റു അമ്മയോട്. അഡ്വക്കേറ്റ് ജയശങ്കർ, അതൊരു വിഷയമാണോ? മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്ന് മാധ്യമപ്രവർത്തകരോട് പറയുന്നതാണോ നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട? അല്ല, ആ വിഷയം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു രീതി, അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ശൈലി മാറ്റാൻ പറ്റില്ല. പണ്ട് മുഖ്യമന്ത്രി ഉള്ളിൽ പ്രകോപിതനാണോ ഈ കാര്യങ്ങൾ? എന്താണ് ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കുന്നത്? മുഖ്യമന്ത്രി വലിയ സംഘർഷം അനുഭവിക്കുന്ന ഒന്ന് ഇടപെടും, ഞാൻ അധികം നീട്ടില്ല. അതായത് എടോ ഗോപാലകൃഷ്ണ വിളിച്ച സമയം, അതുപോലെ ഇങ്ങനെ ഓരോ ഘട്ടമുണ്ട്. എടോ ഗോപാലകൃഷ്ണ കഴിയുന്നത് മാതൃഭൂമിയുടെ VS അച്യുതാനന്ദൻ പക്ഷപാതത്തിൻ്റെ അന്തിമ ഘട്ടത്തിൽ നിവൃത്തിയില്ലാതെ വിളിച്ചു പോയി എന്നുള്ളതാണ്. ഇവിടെ സമാനമായ വിധത്തിൽ മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന അക്രമങ്ങളെല്ലാം തന്നെയും തൻ്റെ പാർട്ടിയിൽപ്പെട്ട അക്രമങ്ങളും എതിർ പാർട്ടിയിൽപ്പെട്ട അക്രമങ്ങളും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ഈ പറയുന്ന കടക്കുപുറത്തിലൂടെ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതിൽ കാണേണ്ടത്. അതെ, അദ്ദേഹം വലിയ സംഘർഷം അനുഭവിക്കുന്ന പോലെയാണ് മുഖം കണ്ടിട്ട് എനിക്ക് തോന്നിയത്. അദ്ദേഹം വലിയ മാനസിക അല്ലാണ്ട് മാധ്യമപ്രവർത്തകരുടെ അദ്ദേഹത്തിന് വല്ല വിരോധമുണ്ടോ? വിരോധത്തിന് കാരണമുണ്ടോ? ഒരു സാഹചര്യമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ബേഴ്സ്റ്റ് ഔട്ട് ചെയ്ത ഒരു സംഗതിയാണ് കടക്കുപുറത്ത്. ഒരു പക്ഷേ ഇന്നാണെങ്കിലും അത് എന്തുകൊണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയുള്ളൂ. പക്ഷേ ഈ സംഘർഷം കൊണ്ടായിരിക്കും നാടിൻ്റെ നാനാഭാഗത്തും അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നു. പിന്നെ ഗവർണറുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നു. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് മറ്റു തരത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു.
ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായത്. അത് എന്തു ആകട്ടെ, അതെല്ലാം ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഈ നാട്ടിലെ സമാധാനം പുനഃസ്ഥാപിക്കണം. അല്ലെങ്കിലും നമ്മൾ ഒരു ബോഡി ലാംഗ്വേജ് എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് CPM-മായി ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ സൗണ്ട് ബൈറ്റ് ഒന്നും കിട്ടില്ല. പലപ്പോഴും ബോഡി ലാംഗ്വേജ് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതെ, അതിൽ ഇന്നലെ ആ സന്ദർഭത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ബോഡി ലാംഗ്വേജ് പറഞ്ഞിട്ടാണ് വന്നത് എന്ന് അദ്ദേഹം അത് പരമാവധി ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിജയൻ വീണ്ടും ക്രുദ്ധനാവുകയാണ്. അദ്ദേഹത്തിൻ്റെ പൊട്ടിത്തെറിയാണ് അതിൻ്റെ അന്ന് വരും. അല്ല, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. നമ്മുടെ അല്ലല്ല, ഞാൻ പിന്നെ അതിൽ നിൽക്കുകയാണ്. അതായത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ അത് ഇന്നാണ് വന്നത് എന്ന് നമ്മൾ പറയുന്നു. ഒരുപക്ഷെ നേരത്തെ സമീപകാലത്ത് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, സീതാറാം യെച്ചൂരി രാജ്യസഭയിലെത്തുന്ന വിഷയത്തിൽ ഡൽഹിയിൽ ചെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന് അഭിമുഖം കൊടുത്തു. ഇത് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ രാവിലെ അഭിമുഖം കൊടുത്തു. ഉച്ചയ്ക്ക് അത് ചർച്ചയാകുമ്പോഴേക്കും പിണറായി വിജയന്റെ നിലപാട് പുറത്തു വന്നിരിക്കുന്നു. തന്നെ കൊച്ചാക്കി എന്നൊരു തോന്നല് എന്തായാലും സീതാറാം യെച്ചൂരിക്ക് വേണം. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു കേശൻ, നമ്മുടെ മുഖ്യമന്ത്രിയോട് യാതൊരു സ്നേഹവും ബഹുമാനമില്ലാത്തതാണ് ഞാൻ കരുതുന്നത്. ആ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് വളരെ ശരിയാണ്. ഈ 2 തവണ പാർലമെന്റ് മെമ്പറായ യെച്ചൂരി മൂന്നാമതൊരിക്കൽ കോൺഗ്രസിന്റെ തോളിൽ കയറി രാജ്യസഭാ മെമ്പർ ആവുന്നേക്കാൾ വലിയ അപമാനം എന്താ? ഈ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ വൈകുന്നേരം ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് പറയില്ലേ, എന്താണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഓശാരത്തിൽ പാർലമെന്റിലിരിക്കുന്ന ആളല്ലേ, അവിടെ ഇരുന്ന് ഞണ്ണുന്ന ആളല്ലേ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി എന്ന് ചോദിച്ചാൽ ആനത്തലവട്ടോ ആനന്ദരോ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. അത് വളരെ ഗൗരവമായിട്ടുള്ള അതിന്റെ ആ ഇന്റർവ്യൂവിന്റെ 2ാം ഭാഗമാണ് അതിനേക്കാൾ ഗൗരവമായിട്ടുള്ളത്. അതായത് ജനറൽ സെക്രട്ടറി എന്നുള്ള ഉത്തരവാദിത്വം ഇനി നിർവഹിക്കാതിരിക്കാൻ സീതാറാം യെച്ചൂരിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ഈ സഭ കൂടലിലൊക്കെയാണ് സീതാറാം യെച്ചൂരിക്ക് ഇപ്പോഴും താല്പര്യം എന്ന നിലയിലാണോ പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്? അല്ല, സുന്ദരയ്യ പാർലമെന്റിൽ നിന്ന് രാജിവെച്ച ആളല്ലേ. EMS പാർലമെന്റിലേക്ക് പിന്നെ പോയില്ലല്ലോ. EMSന് വേണ്ടി ഇവിടെ എത്രയോ തവണ വേണമെങ്കിൽ മുഖ്യമന്ത്രി ആവായിരുന്നു. അദ്ദേഹം ആ സൗഭാഗ്യം വേണ്ടെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് സൗഭാഗ്യമായിട്ട് EMS ഒരിക്കലും കണക്കാക്കിയിട്ടില്ല. EMS അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ജനറൽ സെക്രട്ടറി ആയിട്ട് പോയത്. അതുകൊണ്ട് ജനറൽ സെക്രട്ടറി ആയിരിക്കുകയും ചെയ്യണം, പിന്നെ പാർലമെന്റ് അംഗമായിട്ട് പിന്നെ ബത്തം മേടിക്കണം എന്ന് പറഞ്ഞാൽ യാതൊരു ന്യായവുമില്ല. അത് ശരിയല്ല. പക്ഷേ ജനറൽ സെക്രട്ടറി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും പാർട്ടി കെട്ടിപ്പടുക്കുകയും ചെയ്യേണ്ട ആളാണ് എന്നും ആ ഉത്തരവാദിത്തത്തിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഈ കോക്കസുകളിലും സഭകളിലും ഒന്നുമല്ല ജനറൽ സെക്രട്ടറി പോയി ഇരിക്കേണ്ടത് എന്നും ഒക്കെ പറയുമ്പോൾ അത് വളരെ ശരിയാണ്. അത് ശരിയാണ് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. എനിക്ക് ആനത്തലവട്ടം ആനന്ദനാണ് അത് സമ്മതിച്ചു തരേണ്ടത്. പക്ഷേ ആനത്തലവട്ടം ആനന്ദൻ ഈ രീതിയിലുള്ള വലിയ സമ്മർദ്ദം നോക്കൂ, CPM-ന്റെ ഈ പറയുന്ന അക്രമ രാഷ്ട്രീയത്തിൽ ഊന്നുന്ന ചില ആളുകളുണ്ട്. അവരിൽ നിന്നുള്ള സമ്മർദ്ദം, സംസ്ഥാന ഭരണത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ, കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള വലിയ സമ്മർദ്ദമായിരിക്കില്ലേ ഈ കടക്ക് പുറത്തിലേക്ക് എത്തിച്ചത് പിണറായി വിജയനെ? അല്ലേ, ഇവിടെ യെച്ചൂരിയെ സംബന്ധിച്ച് യെച്ചൂരി പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായി ചർച്ച നടക്കുക. ഞാൻ പറയട്ടെ, പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളതാണ് 2 പ്രാവശ്യത്തിനപ്പുറം ഒരു നേതാവിനും പാർലമെൻ്ററി സ്ഥാനം കൊടുക്കേണ്ടതില്ല എന്ന്. അത് യെച്ചൂരി കൂടി എടുത്ത തീരുമാനം തന്നെയാണ്, CCയുടെ തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് യെച്ചൂരിക്ക് അങ്ങനെ ആഗ്രഹിക്കാനും ഒക്കില്ല, ആഗ്രഹിക്കുകയുമില്ല, പാർട്ടി അങ്ങനെ തീരുമാനിക്കുകയില്ലെന്ന് പാർട്ടിയിലുള്ള സാധാരണ മെമ്പർക്ക് പോലും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റിയിൽ അക്കാര്യത്തിലൊരു വോട്ടെടുപ്പ് വേണ്ടി വന്നത്? ഏതെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കേന്ദ്ര കമ്മിറ്റിയിൽ അതിനകത്തൊരു വോട്ട് ഡിവിഷൻ വേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടെന്നാൽ ബംഗാളിലെ പാർട്ടി ഘടകത്തിന് ബംഗാളിലെ സാഹചര്യം വെച്ചുകൊണ്ട് അവിടെയുള്ള തൃണമൂൽ കോൺഗ്രസും മറ്റുള്ള സെറ്റുകളും എല്ലാം കൂടി ചേർന്ന് പാർട്ടിയെ നശിപ്പിക്കാൻ നടന്ന പ്രവർത്തനത്തിന് അവർക്ക് തോന്നിയതാണ് ഇങ്ങനെ ഒരു സീതാറാം യെച്ചൂരിയെ അവരോട് ഒരു നോമിനേഷൻ കൃത്യമായി കൊടുക്കാനെങ്കിലും ഇനി കാണുമ്പോൾ ആനത്തലവട്ടം ആനന്ദൻ താങ്കൾ പറയണം. നികേഷ്, അത് നികേഷ് പറഞ്ഞ തെറ്റാണ്. ആനത്തലവട്ടം സഖാവ് ഒരു മിനിറ്റ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഇത് ഇന്ന് പത്രത്തിൽ വായിച്ചപ്പോൾ വിചാരിച്ചതാ CPM സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോയി. അത് അബദ്ധം പറ്റിയാണെന്ന് നികേഷ് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അതിന്റെ ഉദ്ദേശം വേറെയാണ്. CPM ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, കോൺഗ്രസുമായിട്ട് മത്സരിക്കുന്നു, കോൺഗ്രസ് ജയിക്കുന്നുള്ള ഉറപ്പാണ്. കോൺഗ്രസിന് കൂടുതൽ MLA-മാരുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ ബാക്കി സീറ്റ് സെക്കൻഡ് വോട്ട് കൊടുത്ത് ജയിപ്പിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഡിഫക്റ്റീവായിട്ടുള്ള നോമിനേഷൻ കൊടുത്തതാണ്. അത് നികേഷ് അങ്ങനെ കുറ്റപ്പെടുത്തരുത്. അത് മനഃപൂർവ്വം ചെയ്തതാണ്. ഡിഫക്റ്റീവായിട്ടുള്ള നോമിനേഷൻ ഫയൽ ചെയ്തെന്ന് വെച്ചാൽ
തൃണമൂൽ കോൺഗ്രസും സോണിയ കോൺഗ്രസും തമ്മിലൊരു ഐക്യം ഉണ്ടാകരുത്. അടുത്ത ഘട്ടത്തിൽ ബംഗാൾ ഘടകം ആഗ്രഹിക്കുന്നത് വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ഈ സോണിയാജിയുമായിട്ട് അല്ല ഈ കോൺഗ്രസുമായിട്ട് സഖ്യം ചേർന്ന് അവിടെ മുന്നണി. പക്ഷേ മമതയും സോണിയയും അവിടെ ഒരു റാപ്പോ ആയി കഴിഞ്ഞിരിക്കുന്നു. അത് എങ്ങനെയാണ് 2019 ബാധിക്കുക എന്നറിയില്ല. പക്ഷേ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ നിലയിലാണ് പോകുന്നത് എങ്കിൽ ശ്രീ പിണറായി വിജയന് സംസ്ഥാനം ഭരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. നോക്കൂ, ഇവിടുത്തെ ഗവർണർ, അവിടുത്തെ കേന്ദ്ര നേതൃത്വം നേരത്തെ പറഞ്ഞ ആ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി ഉദ്ധരിക്കുകയാണ്. എനിക്കിട്ടൊരു പണി തന്നു എന്ന് സീതാറാം യെച്ചൂരിക്ക് രാജ്യസഭാ വിഷയത്തിൽ പിണറായി വിജയനോട് തോന്നുകയാണ്. രണ്ടാമത്തെ ദിവസമാകുമ്പോഴേക്കും അതൃപ്തി വരുന്നു. എന്ത് അതൃപ്തി? ഈ കടക്ക് പുറത്ത് എന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറയുന്നതിന് കേന്ദ്ര നേതൃത്വത്തിന് എന്ത് അതൃപ്തിയാണ്? അത് ഒരു പണിയാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? ശ്രീ ആനത്തലവട്ട ആനന്ദൻ, ദോഷൈക ദൃക്കുകൾക്ക് അതൊരു പണിയാണെന്ന് സംശയം തോന്നാം. എന്നാൽ ഒരു പൊതുസ്ഥിതിയെക്കുറിച്ച് ഏതെങ്കിലും ഒരാൾ മാത്രം അഭിപ്രായം പറഞ്ഞല്ല പാർട്ടിയുടെ വിലയിരുത്തൽ നടത്തുന്നത്. അക്കാര്യത്തിൽ ഈ സംസ്ഥാനത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച്, ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്ത് ഒരു പാർട്ടി കമ്മിറ്റി എടുക്കുന്ന തീരുമാനമാണ് പരസ്യമായി വരുന്നത്. അതിൽ സീതാറാം യെച്ചൂരിക്കെതിരെ പിണറായി വിജയൻ ഇങ്ങനെ നേരത്തെ കൂട്ടി തെരഞ്ഞെടുപ്പ് മത്സരിക്കേണ്ടെന്ന് പറഞ്ഞ് അതൊരു പ്രാഥമികമായ കാര്യമല്ല. യെച്ചൂരിക്കും അറിയാം, പിണറായിക്കും അറിയാം, എല്ലാവർക്കും അറിയാമല്ലോ യെച്ചൂരിക്ക് മത്സരിക്കാൻ ഒക്കില്ല എന്ന്. പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടാണ് മത്സരിക്കാൻ ഒക്കാത്തതെന്ന് എങ്ങനെയാ ചെന്നെത്തുക? അല്ല, യെച്ചൂരിക്ക് മത്സരിക്കാൻ അറിയില്ല, ഞാൻ മത്സരിക്കുന്നില്ല, ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ 2 വട്ടം എന്നുള്ള കീഴ്വഴക്കം ഞാൻ പാലിക്കും, കോൺഗ്രസുമായുള്ള പിന്തുണ കഴിയില്ല എന്നുള്ള പാർട്ടി കോൺഗ്രസ് തീരുമാനം ഇതെല്ലാം ഉണ്ട്. പക്ഷേ എന്നിട്ടും വോട്ടിനിടേണ്ടി വരുന്നു എന്നുള്ള പറയുന്ന സാഹചര്യം. ഇനി പിണറായി വിജയന് കേന്ദ്ര കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ വിഷയം ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് എന്നറിയെ പിണറായി വിജയൻ ഒരു പത്രത്തിന് അഭിമുഖം കൊടുക്കുക, എന്നിട്ട് ആ അഭിമുഖം അവിടെ ചർച്ചാ വിഷയമായപ്പോൾ ഞാനത് ദീർഘമായിട്ടുള്ള ഇൻ്റർവ്യൂ കൊടുത്താണ്, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണിത്, അക്കാര്യത്തിലൊരു ഖേദത്തിൻ്റെ സ്വരത്തിൽ അത് വിശദീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ രണ്ടാൾക്കും അറിയുന്ന കാര്യം, എന്നാൽ രണ്ടാളും ആ അറിവ് തിരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം, ഇതാണ് അതിൻ്റെ അകത്തെ വിഷയം. നോക്കൂ, അതല്ലല്ലോ നമ്മുടെ ഗൗരവമായ വിഷയം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ കുറേ സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്തു പറഞ്ഞു. ആ കുറേ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയും ഓരോ തരത്തിലുള്ള RSS ഡിസൈൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, RSSൻ്റെ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? ഇന്ത്യയുടെ മറ്റ് ഒരു സംസ്ഥാനങ്ങളിലും ഒരു ക്ലാഷോ ഒരു അക്രമോ കൊലപാതകമോ RSSോ അല്ലെങ്കിൽ മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി നടക്കുന്നില്ല. ആകെ ബംഗാളിൽ നടക്കുന്നുണ്ട്. ബംഗാള് ഇപ്പൊ മമത ഭരിക്കുന്നു, ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചുകൊണ്ടിരുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു. എവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടോ അവിടെ മറ്റ് എതിർ ചേരിയിൽ നിൽക്കുന്നവരെ അങ്ങനെയല്ല. നോക്കൂ, ബംഗാളിൽ ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. അവിടെ BJPയുമായിട്ട് നല്ല സംഘർഷം നടക്കുന്നുണ്ട്. ഒറീസയിൽ ബിജു ജനതാദളാണ് അവിടെ ഭരിക്കുന്നത്. ഇത്രയും ഇല്ലെങ്കിൽ പോലും അവിടെയും സംഘർഷമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം കുറഞ്ഞ സ്ഥലങ്ങളിലല്ലേ ഉള്ളൂ ഈ പറയുന്ന BJPക്ക് എതിരായിട്ടുള്ള ഒരു പ്രതിപക്ഷം, അവിടെയെല്ലാം ഈ സംഘർഷം നടക്കുന്നുണ്ട്, അവിടെയെല്ലാം ഈ സംഘർഷം വളർത്തുന്നത് BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിന് വേണ്ടിയാണോ? ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളും മറ്റൊരു സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ല. പക്ഷേ നടക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ബംഗാളിലുണ്ട്. ബംഗാളിൽ ഈ അടുത്ത് ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നു. അതിന്റെ പുറത്ത് വലിയ ഇഷ്യൂസ് ഉണ്ടാവും. പിണറായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഈ എന്താ CPM വിട്ടുപോയ നമ്മുടെ അബ്ദുള്ളക്കുട്ടിയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകളുടെ കൊലപാതകത്തെ കുറിച്ച്. അല്ല നികേഷ്, ഒരു കാര്യം ഞാൻ പറയാം. ഇതില് കേരളത്തിലെ സർക്കാരിനെ അപകടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും സർക്കാരിനെ പിരിച്ചുവിടുകയോ തെരഞ്ഞെടുപ്പ് നടത്തുകയോ ചെയ്യുന്ന 356 വകുപ്പ് ഉപയോഗിക്കുന്ന പോലുള്ള ഒരു സംഗതി ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ CPM തോറ്റാൽ BJP അധികാരത്തിൽ വരാനുള്ള റിമോട്ട് പോസിബിലിറ്റി പോലും ഇല്ല, സംശയമില്ലല്ലോ. പിന്നെ ആരാ വരിക? കോൺഗ്രസ് വരിക, ഉമ്മൻചാണ്ടിയാണ് വരിക, അല്ലെങ്കിൽ ചെന്നിത്തലയാണ് വരിക. അങ്ങനെ ഒരു സാഹചര്യം ഒരു കാരണവശാലും കേന്ദ്ര ഭരണം നടത്താലോ രാഷ്ട്രപതി ഭരണം നടത്താലോ? അത് 6 മാസം, ഏറിയ ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? തെരഞ്ഞെടുപ്പ് നടത്തിയാൽ കോൺഗ്രസിൽ ജയിക്കുള്ളൂ. CPM പോയാൽ കോൺഗ്രസിൽ വരുള്ളൂ. അമിത്ഷായുടെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതമാണ്, CPM മുക്ത ഭാരതമല്ല. അവരൊരിക്കലും ഒരു കാരണവശാലും കോൺഗ്രസ് സർക്കാർ, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ വരാൻ ആഗ്രഹിക്കില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇത് ഞാൻ വേണ്ടെങ്കിൽ പറഞ്ഞതല്ല. ഈ കഴിഞ്ഞ 16 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അമിത്ഷാ ആഹ്ലാദം പ്രകടിപ്പിച്ച എങ്ങനെയാണ്? 2 സംസ്ഥാനങ്ങൾ കൂടി കോൺഗ്രസ് മുക്തമായി. ഒന്ന് ആസാം, അത് BJP ജയിച്ചത്, മറ്റത് കേരളം.
നിൽക്കൂ. അല്ല, കേരള ശ്യാമതലവട്ടമാനന്ദൻ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായ ആധിപത്യത്തിലേക്ക് നീങ്ങുകയാണ് അമിത്ഷായുടെ പാർട്ടി. ഉത്തരേന്ത്യയിൽ അറിയാമല്ലോ, ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്ന ആ മേഖലയാകെ തന്നെയും ഏതാണ്ട് കാവി പരവതാനി പൂർണ്ണമായും വിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദക്ഷിണേന്ത്യയിലാണ് ഇടപെടലിന് സാധ്യത കുറവുള്ളത്. കർണാടകത്തിൽ BJP പ്രധാനപ്പെട്ട ശക്തിയാണ്. തെരഞ്ഞെടുപ്പിലൂടെ നമുക്കിനി അറിയാൻ കഴിയുന്നതാണ്. ആന്ധ്രാപ്രദേശിൽ സഖ്യകക്ഷി സർക്കാരാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തെലങ്കാനയിൽ ഈ രാഷ്ട്രപതി ഭരണത്തോടു കൂടി വീണ്ടും തെലങ്കാന രാഷ്ട്രസമിതിയുമായി സഖ്യത്തിലേർപ്പെടാൻ BJP കഴിഞ്ഞിരിക്കുന്നു. വരാൻ പോകുന്നു അമിത്ഷാ തമിഴ്നാട്ടിലേക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ. അവിടെ രജനീകാന്തിനെ ഇറക്കിയുള്ള ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണം, ഒരുപക്ഷെ BJPയിലേക്ക് അദ്ദേഹം വരില്ലായിരിക്കും, ആ രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യം ചേർന്നുള്ള ഒരു ഭരണത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് ആദ്യം കേട്ടുവെങ്കിൽ ഇന്ന് വരുന്ന വാർത്ത അണ്ണാ DMKയ്ക്ക് വേണ്ടിയാണ് മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് കാത്തു നിൽക്കുന്നത് എന്നാണ്. പിന്നെ ഈ ഒരു കേരളമാണ് ബാക്കിയുള്ളത്. ഇവിടെ BJPക്ക് ഒരു അജണ്ട ഇല്ലാതിരിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് ഇന്ത്യ മുഴുവനുള്ള അജണ്ടയുടെ ഭാഗം തന്നെയായിരിക്കും. അങ്ങനെ ഒരു അജണ്ട വരികയാണ് എങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ സാധിക്കില്ലായിരിക്കും. പക്ഷേ അതിനുള്ള പേപ്പർ വർക്കാണോ ഇപ്പോൾ നടക്കുന്നത്? പിന്നീട് ഏതെങ്കിലും ഒരു വിഷയം വന്ന് ഈ സർക്കാർ ഒന്ന് ആടി ഉലയുകയാണെങ്കിൽ, ഒന്ന് കലുഷിതമാവുകയാണെങ്കിൽ അവിടെ ഇടപെടാനുള്ള സാധ്യത? ഇവിടെ BJPയുടെ പ്രതിനിധി ഇരുന്ന് പറയുകയുണ്ടായി, ഈ കേരളത്തിൽ മാത്രമാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നത്, മറ്റുള്ളിടത്തെങ്ങും ഒരു കൊലപാതകം നടക്കുന്നത്. എത്ര ഒരു അപരിഷ്കൃതമായ രീതിയിലാണ് ആൾക്കൂട്ടം വന്ന് പശുവിറച്ചി തിന്നു എന്ന് പറഞ്ഞുകൊണ്ട്, പശുവിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട്, കാലിച്ചന്തയിൽ വിൽപ്പന നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് തല്ലിക്കൊല്ലുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ, ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളില. രാജസ്ഥാൻ എടുക്കൂ, മധ്യപ്രദേശ് എടുക്കൂ, ജാർഖണ്ഡ് എടുക്കൂ. നിങ്ങൾ എവിടെല്ലാം BJP ഭരിക്കുന്നുണ്ടോ ആ സംസ്ഥാനങ്ങളിലൊക്കെ കൂട്ടത്തോടു കൂടി ജനക്കൂട്ടം വന്ന് തല്ലിക്കൊല്ലുകയാണ്. ഈ വിഷയത്തിലേക്ക് എന്ന് എവിടെയും തെളിയിച്ചിട്ടുണ്ടോ? അവിടെയൊക്കെ ഈ കൊന്നത് BJP ആണ്, BJPക്കാരാണ് എന്ന് എവിടെയും തെളിയിച്ചിട്ടുണ്ടോ? ഇവിടെ 6 മാസത്തിൽ അതല്ല എന്റെ ചോദ്യം, അതല്ല ശ്യാമതലവട്ടാനന്ദൻ. സംസ്ഥാന ഭരണത്തില് കേന്ദ്ര സർക്കാരിന്റെ ഈ ഇടപെടല് കൊല ചെയ്തത് BJP ആണെന്ന് എവിടെയും തെളിയിച്ചിട്ടുണ്ടോ? നിൽക്കൂ, അതൊക്കെ അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. CPM വേറെ തമാശക്ക് അതിനുവേണ്ടി ജോയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ചോദ്യം, ഇതൊരു മൗഢ്യമാകില്ലേ? ഈ സമയത്തുള്ള ഇടപെടൽ ഭാവിയിലേക്കുള്ള ഒരു വലിയ ഇടപെടലിനുള്ള സാധ്യതയായി CPM കാണാത്തത് എന്തുകൊണ്ട്? എന്തിനാണ് ഈ ഗവർണറുമായിട്ടൊക്കെ ഇങ്ങനെ ഒരു സൗഹൃദം എന്ന് സ്വയം ചോദിക്കേണ്ട സമയമായില്ലേ? ഗവർണർ BJP നിയമിച്ചിട്ടുള്ള അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് യോജിച്ചു പോകുന്ന ഒരാളെയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ രാഷ്ട്രീയം അവർക്കുണ്ടാകുമെന്ന് എന്തുകൊണ്ട് CPM കാണുന്നില്ല, സംസ്ഥാന ഭരണകൂടം കാണുന്നില്ല? അല്ല നികേഷേ, ഈ ഇന്ത്യ മഹാരാജ്യം കോൺഗ്രസ് ആസേത് ഹിമാചലം ഭരിച്ച ഒരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ഇപ്പം എവിടെ പോയി? BJP അങ്ങനെ താൽക്കാലികമായി കുറേ സംസ്ഥാനങ്ങളിൽ ഭരണം നിൽക്കുമെന്ന് കരുതി വരാൻ പോണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ശ്യാമതലവട്ടമാനന്ദൻ, താങ്കൾക്ക് തുടരാം. അതായത് BJP 2014 ഉയർത്തിയ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത് ഭാരത് എന്നായിരുന്നു. അതിപ്പോൾ ഏതാണ്ട് പ്രായോഗികമായി വരുന്നു. 18 സംസ്ഥാനങ്ങളിൽ, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയും, കർണാടകം ഒഴിച്ചുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയും ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്. ബീഹാർ ആ നിലയിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതോടുകൂടി പ്രതിപക്ഷത്തെ കൃത്യമായി കെണിയിൽപ്പെടുത്താനുള്ള അജണ്ട BJPക്ക് ഉണ്ട് എന്ന് CPM തിരിച്ചറിയുന്നുണ്ടോ, കേരള സർക്കാർ തിരിച്ചറിയുന്നുണ്ടോ? അതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ ഇന്നലെയും ഇന്നുമായി നടന്നിട്ടുള്ള കാര്യങ്ങൾ? അങ്ങനെയാണ് എങ്കിൽ ഭാവിയിൽ എന്ത് ശ്രദ്ധയാണ് CPM ഇക്കാര്യത്തിൽ കൊടുക്കുക? ഇനി ഒരിക്കൽ കൂടി സമൻ ചെയ്യുകയാണ് ഗവർണർ എങ്കിൽ മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് പോകുമോ? ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച കോൺഗ്രസ് ഇന്ത്യ രാജ്യം മുഴുവൻ ഭരിച്ചിരുന്നു. ആ കോൺഗ്രസ് ഇപ്പോൾ എവിടെയാ? അവർ പറഞ്ഞത് വേറെ ഒരു കക്ഷിയും പിന്നെ രാജ്യത്ത് അധികാരത്തിലുള്ള അവരാണ് ഭരിക്കുന്നത്. അവരുടെ ജനദ്രോഹ നയങ്ങളും താൽക്കാലിക സാഹചര്യം മാത്രം വിലയിരുത്തിയാൽ മതി. 2019 നമുക്ക് അതിനോട് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ സാഹചര്യം 2019 മുമ്പ് BJP ഒരു ഇടപെടൽ സാഹചര്യത്തിലേക്കാണ് അല്ല ഞാൻ നിങ്ങൾ ചർച്ച ചെയ്ത വിഷയത്തിന് എൻ്റെ മറുപടി പറയണമല്ലോ. അതിനുശേഷം ഇപ്പം BJP അധികാരത്തിൽ വന്നു വരുമ്പോൾ പറഞ്ഞ അവരുടെ മുദ്രാവാക്യം എന്താ? കോൺഗ്രസ് മുക്ത ഭാരതമല്ല,
അന്ന് അധികാരത്തിൽ വരാൻ പറഞ്ഞത് 2 കോടി ആളുകൾക്ക് വർഷം തോറും ജോലി കൊടുക്കും, കള്ളപ്പണം മുഴുവൻ കണ്ടെത്തി എല്ലാവരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതം ഇടും, സാധനങ്ങളുടെ വില തടയും, 40 രൂപയ്ക്ക് പെട്രോൾ വിൽക്കും, ഗ്യാസിന്റെ വില കുറയ്ക്കും. അല്ലല്ല, നിങ്ങൾ പറയേണ്ടത് ഇതെല്ലാം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നടപ്പാക്കാൻ BJPക്ക് സാധിച്ചു? അതൊക്കെ ജനങ്ങളോട് പറയും. ഞാൻ ചോദിക്കുന്നത് ഭരണപരമായിട്ടുള്ള കാര്യമാണ്. എന്റെ ചോദ്യം, അവസാനത്തെ ഭാഗം മാത്രം ഞാൻ ഒരിക്കൽ കൂടി എടുത്തു ചോദിക്കുകയാണ്. ഇനി ഒരിക്കൽ കൂടി ഗവർണർ മുഖ്യമന്ത്രിയെ സമൻ ചെയ്യുകയാണെങ്കിൽ രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രി വണ്ടി വായിക്കുമോ? മുഖ്യമന്ത്രിയെ സമൻ ചെയ്താൽ എന്ത് വേണമെന്നുള്ള കാര്യം പാർട്ടി ആലോചിക്കും. അങ്ങനെ സമൻ ചെയ്യുന്നതിനൊരു അധികാരം ഗവർണർക്കുണ്ടോ ഇല്ലെന്നൊക്കെ പരിശോധിച്ച് അത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും, മുഖ്യമന്ത്രിയും ആലോചിച്ച് തീരുമാനിക്കും. ഇവിടെ BJP ഏതോ വളർന്ന് പന്തലിച്ച് രോഗം. ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് വിളിച്ചു വരുത്തിയത് തെറ്റല്ല, നല്ല ഗവർണറുമായി നല്ല ബന്ധത്തിലാണ്, സംസ്ഥാനത്തിനെതിരെ റിപ്പോർട്ട് കൊടുക്കില്ല എന്നാണ് പ്രതീക്ഷ എന്നാണ്. എന്തിനാണ് ഈ BJPയുടെ കയ്യിൽ നിങ്ങൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്? ഓരോ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പാർട്ടിയും എടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് വിലയിരുത്തുന്നത്. ഇക്കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ അനുഭവമാണ് സാമാന്യ ബുദ്ധിമുള്ള ആൾക്ക് മനസ്സിലാക്കുന്നത്. ഗവർണർ വിളിച്ച് മുഖ്യമന്ത്രിയോട് ആശയവിനിമയം നടത്തുകയാണ് ചെയ്തത്. പിന്നീടാണ് അദ്ദേഹത്തിന് ട്വിറ്ററിൽ പറയുന്നത് സമൻ ചെയ്തു എന്ന്. അതിന് മുഖ്യമന്ത്രിയാണ് പ്രതികരിക്കേണ്ടത്. എങ്ങനെയാണ് സമൻ ചെയ്തതാണോ ആശയവിനിമയം നടത്തി അദ്ദേഹം പോയി സംസാരിച്ചാണോ അതിനുശേഷം അതേക്കുറിച്ച് നമുക്ക് പറയാനൊക്കെ നമുക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് അതുകൊണ്ട് ആ വാക്ക് വളരെ കൃത്യമായി ഉപയോഗിക്കാൻ പറയാൻ പറ്റും. മുഖ്യമന്ത്രിയെ സമൻ ചെയ്യുന്നത് ഞാനല്ല, അത് ഗവർണറാണ് വിളിച്ചിരിക്കുന്നത്. ഗവർണർ വിളിച്ചാൽ മുഖ്യമന്ത്രി പോകാതിരിക്കുകയോ ചെയ്ത് അദ്ദേഹത്തിന്റെ വിവേചനം പോകാതിരിക്കാമല്ലോ. ആ മാന്യത മുഖ്യമന്ത്രി കാണിച്ചല്ലോ. അതുകൊണ്ട് ഇനി വാക്കുകൾ ഉപയോഗിക്കുന്നതിലും മാന്യത ഗവർണറോട് പറയണില്ല, ഞാനല്ല, എന്റെ അടുത്തല്ല പറയണ്ടേ, അത് ഗവർണറോട് പറയേണ്ടത്. ഗവർണറോട് പറഞ്ഞോളാം. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ ആനത്തലവട്ടം പറഞ്ഞ് ഇതുവരെ എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിച്ചു, ഒറ്റ കാര്യത്തിൽ മാത്രം വിയോജിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് പോലും ശരിയാണ്, അതല്ല പ്രശ്നം. ഗവർണറുമായിട്ട് നല്ല ബന്ധമാണ് സംസ്ഥാന സർക്കാരിന്, എന്തിനാ വെറുതെ ബന്ധം പോഷാക്കണേ? അതൊക്കെ വേറെ കാര്യം. BJP അല്ല ഗവർണർ ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത സദാശിവമാണ് ഗവർണർ, അല്ലാണ്ട് RSSന്റെ കാര്യവാഹോ സാർ സംഘചാലക്കൊന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം അതല്ല. ആനത്തലമായിട്ടുമായിട്ട് ഞാൻ വിയോജിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി തകരുകയാണെന്നുള്ളത്. അതിലാണ് അദ്ദേഹം ആനന്ദം കാണുന്നത്. എൻ്റെ പൊന്ന് സഖാവേ, കോൺഗ്രസ് പാർട്ടി തകർന്നാൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? BJP വരും. അല്ലെങ്കിൽ CPM ജയിക്കുകയാണ്, CPI ജയിക്കുകയാണ്. കോൺഗ്രസ് ഇപ്പൊ തകരണം എന്ന് ആഗ്രഹമില്ല ആർക്ക്? ആനത്തലോട്ടാണ്. പക്ഷെ പുള്ളി അതിലാണല്ലോ ആനന്ദം കണ്ടെത്തിയത്. ഞാൻ ഒരു കാര്യം, കോൺഗ്രസ് തകരണം എന്ന് ആഗ്രഹമുണ്ടോ? ആനത്തലോട്ട് ആനന്ദൻ കോൺഗ്രസിന്റെ പഴയ ചരിത്രം ഒരു പാർട്ടിയും ശാശ്വതമല്ല ഇന്ത്യ രാജ്യത്ത്. ഒറ്റ കാര്യം ജയശങ്കർജി പറഞ്ഞ മാതിരി ഇനി കേരളത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആനന്ദൻ, അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്ത ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.